തമിഴ്നാട്ടിൽ അണ്ണാമലയെ മാറ്റി പുതിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി നയിനാർ നാഗേന്ദ്രയെ നിയമിച്ചത് വെറുതെയല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അമിത്ഷാ വളരെ കാലമായി അവിടെ ഒരുക്കിയ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ രൂപമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. AIADMKയും ബി.ജെ.പിയും ആയി സഖ്യം ചേരാനുണ്ടായ സാഹചര്യം DMK വോട്ടുകൾ വിഭജിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായി തന്നെ അമിത്ഷാ പ്ലാൻ ചെയ്ത ജാതീയ സമവാക്യങ്ങൾ ഒത്തുചേരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരവും. തേവർ, ഗൗണ്ടർ, മറ്റ് ജാതീയ വിഭാഗങ്ങൾ, OBC ഇവരെ ഒന്നിപ്പിക്കാൻ AIADMK BJP സഖ്യത്തിന് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നയിനാർ നാഗേന്ദ്രൻ നിയമനം തമിഴ്നാടിൻ്റെ തെക്കൻ മേഖലയിലെ OBC വോട്ടുകൾ ചേർത്തു നിർത്തുന്നതിന് ഉപകരിക്കും. മറവർ, അഗമുദയാർ, കല്ലാർ എന്നീ വിഭാഗങ്ങളും ഈ നയിനാർ നാഗേന്ദ്രൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ്. ഒപ്പം തന്നെ മധുര, തേനി, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിൽ വലിയ ശക്തി തന്നെയാണ് തേവർ വിഭാഗം. നിർണായകമായ ഒരു സമുദായം തന്നെയാണ് തേവർ വിഭാഗം. ഇവരും ഒപ്പം തന്നെ കുങ്കനാട്ടിൽ നിന്നുള്ള ഈ AIADMKയുടെയും BJPയുടെയും ആ ഒരു ശക്തിയും കൂടി ചേരുമ്പോൾ അവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ DMKയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരവും. DMK ആയിരുന്നു അവിടുത്തെ ഈ ജാതീയ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു മേധാവിത്വം നേടിയിരുന്ന രാഷ്ട്രീയ പാർട്ടിയെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ പ്രവർത്തനത്തിലൂടെ BJPക്ക് OBC ദളിത് പിന്നാക്ക വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. AIADMKയുടെ പരമ്പരാഗത വോട്ടുകളും കൂടി ചേരുമ്പോൾ വലിയ വിജയം 2026 നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ അണ്ണാമല ഒരു പ്രധാന റോളിലേക്ക് വരുന്നത് DMK ഭയക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഈ സഖ്യ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഖ്യ ചർച്ചകളുടെ ആ ഒരു വേളയിൽ അമിത്ഷാ പറഞ്ഞത് അണ്ണാമലയുടെ പ്രവർത്തനമാണ് തമിഴ്നാട്ടിൽ BJPയെ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ചത്, ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അണ്ണാമല ദേശീയ നേതൃത്വത്തിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ആശീർവാദത്തോടെ അണ്ണാമല DMKക്കെതിരായിട്ടുള്ള അഴിമതിയുടെ നേരത്തെ തന്നെ അഴിമതി ഫയൽസൊക്കെ പുറത്ത് വിട്ടിരുന്നതാണ് അണ്ണാമല. അത്തരത്തിലൊരു നീക്കം അണ്ണാമലയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും അത് സംസ്ഥാന തലത്തിൽ BJPയും AIADMK സഖ്യവും അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും പ്രവർത്തനമെന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത്. അതായത് വ്യക്തമായ പ്ലാനോടുകൂടി അമിത്ഷായുടെ തലയിൽ വിരിഞ്ഞ ഒരു ആശയം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടപ്പായി വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.